ആക്ച്വലി പലർക്കും അറിയില്ല മിയയ്ക്ക് ഒരു ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാര്യം. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നോക്ക് ഇത് നോക്ക്, നീ എന്തോന്നാ കണ്ടു കാണിക്കാ നോക്ക്. ശമ്പളം കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയിരുന്നു അത് ചെയ്ത്. ഇത്രയും നല്ലൊരു ഇവന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. ഇതാണ് മാർഗം കളി. ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള കളി. എനിക്ക് കാലങ്ങൾക്ക് ശേഷം കിട്ടിയൊരു നല്ലൊരു അവസരമായിരുന്നു ക്ലാസിക്കൽ കളിക്കാൻ പറ്റുന്നത്. അത് നല്ലൊരു വേദിയാണ്. ഞാൻ എല്ലായിടവും പയറ്റി കലക്കി കൈ കൊടുത്ത്. ക്ലാസിക്കലി ഡാൻസ് പഠിച്ചിട്ടുള്ള, അതായത് പ്ലസ് ടു വരെ പഠിക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ലെവൽ അങ്ങനെ കോമ്പറ്റീഷന് വേണ്ടി പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടി എന്നാ ഉദ്ദേശിച്ചത്. ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഒരു ക്ലാസിക്കൽ ഡാൻസറും കൂടി ആയി എന്താ പറയാ, ഇനിയും ഒരുപാട് വേദികളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. നല്ലത് എന്റെ ക്ഷമ എടുക്കണതല്ലേ. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ഉള്ളിലുള്ള ക്ലാസിക്കൽ ഡാൻസറിന് ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് വീണ്ടും ഞാനിങ്ങനെ ഇപ്പൊ നല്ല സീരിയസ് ആയിട്ടുള്ള ലെവലിൽ ഒരു ഡാൻസിങ് എടുത്തിട്ടുള്ള ഒരാള് കണ്ടാലും തോന്നും. എന്താണ് തമാശ ആക്കാണ്? അങ്ങനെ അല്ല തമാശ ആക്കാണ്. അങ്ങനെ അങ്ങനെ ആക്കണ്ട കേട്ടാ.